നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓം നമ ശിവായ. ഇന്നലെ ശിവരാത്രി ആയിരുന്നു. ഇന്നലെ ഒരുപാട് ഭക്തർ മഹാദേവൻ്റെ മഹാശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉറങ്ങാതെ നിന്നിട്ടുണ്ട്. ശിവനാമം ജപിച്ചിട്ടുണ്ട്. ചിലർ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. ചിലർ വീട്ടിൽ തന്നെ ഭഗവാനെ വിളിച്ചു. പക്ഷെ ഒരു വലിയ സത്യം നിങ്ങൾ അറിയണം. ഈ ഒരു ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആകില്ല. എന്താണോ നിങ്ങൾ ഇന്നലെ ഭഗവാനോട് പ്രാർത്ഥിച്ചത്, ആ ഒരു കാര്യം ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും എന്നുള്ളതാണ്. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഭഗവാനെ വിളിച്ച ഓരോരുത്തർക്കും നൽകുന്ന ഒരു ദിവസം തന്നെയാണ് ശിവരാത്രി എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു മഹാശിവരാത്രിയുടെ ഫലം, അതായത് നമ്മൾ ആ വ്രതം അനുഷ്ഠിച്ചതിന്, ഭഗവാനെ വിളിച്ചതിന്, അതിനെയൊക്കെയും നമുക്കൊരു ഫലം ലഭിക്കും. ആ ഒരു ഫലം എങ്ങനെ വരും, എപ്പോൾ വരും, എന്ത് മാറ്റമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അത് പലർക്കും പറയാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ശിവഭഗവാൻ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മുന്നറിയിപ്പുകൾ, നിങ്ങളുടെ ഭാഗ്യം തുറക്കുന്ന സമയം, ഇതൊക്കെയും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഇന്നലെ ചെയ്ത ആ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഫലം ഭഗവാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് ഭഗവാന്റെ ആ ഒരു നാമത്തിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്കിവിടെ 3 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ശിവലിംഗമാണ്. രണ്ടാമതായിട്ട് ശിവഭഗവാന്റെ രൂപം തന്നെയാണ്. മൂന്നാമതായിട്ട് നടരാജ വിഗ്രഹമാണ്. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ശിവരാത്രിക്ക് ഭഗവാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സമ്മാനിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ശിവരാത്രിയുടെ ആ ഒരു വ്രതത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക. 3 തവണ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖദുരിതങ്ങളൊക്കെയും മാറ്റിത്തരണമേ. ഈ ഒരു ശിവരാത്രിക്ക് ഞാൻ അങ്ങയോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ എനിക്ക് നടത്തിത്തരണമേ. എൻ്റെ ജീവിതത്തിലെ ഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ഈ 3 ചിത്രത്തിൽ ഏതിലേക്കാണോ നിങ്ങളുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നത്, ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും ഈ 3 ചിത്രങ്ങളിലും നിങ്ങളുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആ ഒരു ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു സന്ദേശം, ഈ ശിവരാത്രിയോടുകൂടി നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഭഗവാൻ തന്നെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വരുന്നതിനായിട്ട് ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ എഴുതുന്ന ഓരോ ഓം നമഃശിവായ മന്ത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ഫലം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവലിംഗം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ് പറയുന്നത്. പ്രിയ ശിവഭക്തരെ, നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവലിംഗത്തിൻ്റെ ദിവ്യരൂപമാണ്. ഇത് സാധാരണ തിരഞ്ഞെടുപ്പല്ല. അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ വലിയ ദൈവിക സൂചനയാണ്. ശിവലിംഗം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭമാണ്. പുതിയ ജന്മത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പുതിയ തുടക്കത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കർമ്മശുദ്ധീകരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് നമുക്ക് ഈ ഒരു ശിവലിംഗത്തെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോവുകയാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ. നിങ്ങളുടെ പഴയ കഷ്ടപ്പാടുകളുടെ അവസാന ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ. നിങ്ങൾ ഏറെക്കാലമായിട്ട് മനസ്സിൽ വേദനയോടെ ജീവിക്കുന്ന ഒരാളാണ്. പുറത്ത് ചിരിച്ചാലും അകത്ത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദം,
കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിൽ വേദന, ജോലി സംബന്ധമായിട്ടുള്ള വിഷമങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇവയിൽ ഏതെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അത് തീർച്ചയാണ്. പക്ഷേ ശിവഭഗവാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ഒരു അവസാനമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മ പരിഹാര സമയമാണ്. നിങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഒരു അർത്ഥമുണ്ടായിരുന്നു. ഭഗവാൻ മഹാദേവൻ നിങ്ങളെ ശക്തമാക്കുകയായിരുന്നു. പുതിയ തുടക്കത്തിന്റെ സമയമാണ് ഇനി നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം വന്നു ചേരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന്. അത് ഒരു ജോലി അവസരമാകാം, പുതിയ വരുമാന മാർഗമാകാം, ഒരു വലിയ സഹായമാകാം, ഒരു സന്തോഷ വാർത്തയാകാം, ജീവിതം മാറ്റുന്ന ഒരു പരിചയമാകാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കും. ഈ അവസരം വന്നാൽ ഭയപ്പെടരുത്, കാരണം അത് ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭാഗ്യം തുറക്കുകയാണ്. ശിവലിംഗം തിരഞ്ഞെടുക്കുന്നവർക്ക് സാമ്പത്തിക വളർച്ച ശക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പണം സംബന്ധമായിട്ടുള്ള ഒരു വലിയ മാറ്റം സംഭവിക്കും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും കുറയും. വരുമാനം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. പക്ഷേ ശിവഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്. പണം വരുമ്പോൾ അഹങ്കാരം വരരുത്. ഭഗവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണത്. ദാനം ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക. അതിലൂടെ നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ തുറക്കും എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നിങ്ങളുടെ ബന്ധങ്ങളിലും വലിയ മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളെ മനസ്സിലാക്കാത്തവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ തുടരും. ഇത് ശിവഭഗവാന്റെ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഒരു പുതിയ നല്ല ബന്ധം നിങ്ങളിലേക്ക് കടന്നു വരും. ചിലർക്ക് വിവാഹയോഗമാകാം, ചിലർക്ക് കുടുംബ സമാധാനമാകാം. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും എന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പും കൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ വൈകിപ്പ്, ചില ആളുകളുടെ നെഗറ്റീവ് സ്വഭാവം, അതൊക്കെയും നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ ശക്തി പരിശോധിക്കാൻ മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ കോപം നിയന്ത്രിക്കാനാണ് ഭഗവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ശാന്തമായിട്ട് നിന്നാൽ വിജയം ഉറപ്പാണ്. ഇനി അതുപോലെ തന്നെ 21 ദിവസത്തെ ദൈവിക മാറ്റത്തെക്കുറിച്ചും ഭഗവാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ശിവഭഗവാൻ പറയുന്ന ഒരു വലിയ സൂചനയാണിത്. അടുത്ത 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കാണും. ഒരു സന്തോഷ വാർത്തയാകാം, ഒരു പ്രശ്ന പരിഹാരമാകാം, അല്ലെങ്കിൽ ഒരു വലിയ അവസരമാകാം. ഇത് ശിവഭഗവാന്റെ അനുഗ്രഹത്തിന്റെ തുടക്കം മാത്രമാണ്. നിങ്ങൾക്ക് ഇനി ആത്മീയതയിലേക്ക് കൂടുതൽ ആകർഷണം വരും. ശിവനാമം ജപിക്കാൻ തോന്നും, ക്ഷേത്രത്തിൽ പോകാൻ തോന്നും, മനസ്സിൽ സമാധാനം ലഭിക്കും. ഇത് വളരെ നല്ല ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം ശക്തമാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശിവഭഗവാൻ നിങ്ങളോട് പറയുന്ന ഒരു ചെറിയ ഉപദേശം കൂടിയുണ്ട്. ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി 108 തവണ നിങ്ങൾ ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. വെള്ളം അല്ലെങ്കിൽ പാൽ ഉപയോഗിച്ച് ശിവലിംഗ അഭിഷേകം നടത്തുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം വരുത്തും. നിങ്ങളുടെ ഭാഗ്യം തുറക്കുന്ന കാലഘട്ടമാണിത്. നിങ്ങളിപ്പോൾ ഭാഗ്യം തുറക്കുന്ന സമയത്താണ് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും വിശ്വസിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നടന്നു കിട്ടും. വിശ്വാസം കൈവിടരുത്. ശിവഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഈ വീഡിയോ കാണുന്നത് പോലും ഒരു സാധാരണ സംഭവമല്ല എന്നത് നിങ്ങൾ തിരിച്ചറിയുക. ഇത് ശിവഭഗവാൻ നിങ്ങളെ നയിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. പഴയ വാതിലുകൾ അടയും, പുതിയ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൈവരും. നിങ്ങൾ ശിവലിംഗം തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്. ശിവന്റെ പ്രത്യേക അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ് ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങൾ ഓം നമഃ ശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശിവലിംഗം തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഭഗവാന്റെ രൂപം തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള സന്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവഭഗവാന്റെ ദിവ്യമുഖമാണ്. ഇത് സാധാരണമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ദൈവിക സൂചനയാണ്. ശിവഭഗവാന്റെ മുഖം, സംരക്ഷണം, ദൈവിക ഇടപെടൽ,
നേരിട്ടുള്ള അനുഗ്രഹം, ജീവിത മാർഗനിർദ്ദേശം ഇവയെല്ലാം സൂചിപ്പിക്കുന്നതാണ്. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയണം. ശിവഭഗവാൻ നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ്, അതും വളരെ പെട്ടെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു വലിയ ചിന്തയിലും കുഴപ്പത്തിലുമാണ്. തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ആരെ വിശ്വസിക്കണം എന്ന ആശയക്കുഴപ്പം. ജീവിതത്തിൽ ദിശയില്ലാത്ത തോന്നല്, മനസ്സിൽ അസ്വസ്ഥത, ഭാവിയെക്കുറിച്ചുള്ള ഭയം. ഇവയിൽ ഏതെങ്കിലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ ഇത് അവസാന ഘട്ടമാണ്. നിങ്ങളുടെ ആശയക്കുഴപ്പം വളരെ പെട്ടെന്ന് മാറും. ശിവഭഗവാന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ശിവഭഗവാന്റെ ഈ രൂപം തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവികമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ശക്തമായിട്ട് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള വഴി കാണാൻ സാധിക്കും. അത് ഞാനിനി പറയുന്ന 3 വഴികളിലൊന്നായിരിക്കും. ഒന്ന്, ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. രണ്ടാമതായിട്ട് ഒരു സന്ദേശം നിങ്ങൾക്ക് ലഭിക്കാം. മൂന്നാമതായിട്ട് ഒരു അവസരം നിങ്ങൾക്ക് മുന്നിൽ തുറക്കാം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് മാറ്റും എന്നുള്ളതാണ്. ശിവഭഗവാൻ തന്നെ നിങ്ങളിപ്പോൾ നടക്കുന്ന തെറ്റായ വഴിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കും എന്നതാണ് കാണുന്നത്. ദൈവിക സംരക്ഷണം നിങ്ങളിൽ ശക്തമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദൈവിക സംരക്ഷണം ശക്തമാകുന്ന ഒരു കാലഘട്ടമാണ് കടന്നു വരുന്നത്. നിങ്ങൾ നേരിടേണ്ടിയിരുന്ന ചില അപകടങ്ങൾ അത് ഭഗവാൻ തടഞ്ഞു. നിങ്ങൾ അറിയാതെ പല പ്രശ്നങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. ഇനി മുന്നോട്ടും ശിവഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും എന്നതാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അത് നിങ്ങൾ തിരിച്ചറിയുക. ഇനിയിപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദേശം, വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഒരാൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. അവർ നിങ്ങളുടെ വിശ്വാസം ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജി കുറയ്ക്കുന്നുണ്ട്, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. എല്ലാവരെയും വിശ്വസിക്കരുത്. നിങ്ങളെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന സിഗ്നൽ ശരിയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ശിവഭഗവാൻ നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കും. ഇനി അടുത്തതായിട്ട് ജോലിയും ജീവിത തീരുമാനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ജീവിത മാർഗത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ട സമയം വരും. ഇത് ഒരു ജോലി മാറ്റമാകാം, അല്ലെങ്കിൽ പുതിയ അവസരമാകാം, പുതിയ ബിസിനസ് ആകാം, ജീവിത ദിശയുടെ മാറ്റമാകാം. ഇവയിൽ ഏതെങ്കിലും ആയിരിക്കാം. പക്ഷെ ഭയപ്പെടരുത്. ഭഗവാൻ നിങ്ങളെ ശരിയായ തീരുമാനത്തിലേക്ക് നയിക്കും എന്നതാണ്. നിങ്ങൾ ഏറെക്കാലമായിട്ട് മനസ്സിൽ ഭാരത്തോടെയാണ് ജീവിച്ചിരുന്നത്. പലർക്കും പറയാത്ത വേദനകളാണ്, മനസ്സിൽ ഒളിപ്പിച്ച കണ്ണുനീരാണ്. പക്ഷെ ഇനി നിങ്ങളുടെ മനസ്സിൽ സമാധാനം വരും. മനസ്സിൽ ഒരു ലഘുത്വം അനുഭവിക്കും. ഉറക്കം മെച്ചപ്പെടും. മനസ്സ് ശാന്തമാകും. ഇത് ശിവഭഗവാന്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശ തുറക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു ഉയർന്ന നിലയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം വ്യക്തമായിട്ട് കാണും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങൾ കൂടുതൽ ശക്തനാകും എന്നതാണ്. ഇനി അടുത്തതായിട്ട് 48 ദിവസത്തെ ഒരു ദൈവിക മാറ്റത്തെക്കുറിച്ച് പറയാം. ശിവഭഗവാൻ കാണിക്കുന്ന ഒരു പ്രത്യേക സൂചനയുണ്ട്. അടുത്ത 48 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പോസിറ്റീവ് മാറ്റം കാണും. ഒരു പ്രശ്നപരിഹാരമാകാം, ഒരു സന്തോഷ വാർത്തയാകാം, ഒരു വലിയ അവസരമാകാം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ശിവഭഗവാന്റെ മുഖം തിരഞ്ഞെടുക്കുന്നവർക്ക് ആത്മീയ ഉണർവ് ശക്തമാണ്. ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പം തോന്നും. ധ്യാനം ചെയ്യാൻ തോന്നും. പ്രാർത്ഥിക്കാൻ തോന്നും. ഇത് നിങ്ങളുടെ ജീവിതം ഉയർത്തും. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പരിഹാരം, അല്ലെങ്കിൽ ശിവഭഗവാൻ നിങ്ങളോട് പറയുന്ന ഉപദേശം, ദിവസവും 108 തവണ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. നിങ്ങളും തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോവുക. വെള്ളം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുക. നിങ്ങളുടെ ജീവിതം വേഗത്തിൽ മാറി തുടങ്ങും. നിങ്ങളിപ്പോൾ ഭാഗ്യം തുറക്കുന്ന സമയത്താണ് നിൽക്കുന്നത്. ശിവഭഗവാൻ നിങ്ങളെ ഉയർത്താൻ തയ്യാറാവുകയാണ്. പഴയ പ്രശ്നങ്ങൾ അവസാനിക്കും. പുതിയ സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവിക സന്ദേശമായിട്ട് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു യാദൃച്ഛിക സംഭവമല്ല. ഇത് ശിവഭഗവാൻ നിങ്ങളെ നയിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. വിശ്വാസം കൈവിടരുത്. നിങ്ങൾ ശിവഭഗവാന്റെ മുഖം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവിക സംരക്ഷണത്തിലുള്ളവരാണ്. ഭഗവാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളും കമൻറ്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതി ചേർക്കുക.
ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ശിവഭഗവാന്റെ രൂപം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട്, സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള നടരാജ വിഗ്രഹം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് നടരാജന്റെ ദിവ്യരൂപമാണ്. ഇത് സാധാരണ തിരഞ്ഞെടുപ്പല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം വരാനിരിക്കുന്നതിന്റെ സൂചനയാണ്. നടരാജൻ മാറ്റത്തിന്റെ പ്രതീകമാണ്. സൃഷ്ടി, നിലനിർത്തൽ, നാശം, പുനർജന്മം, ജീവിതത്തിന്റെ ചക്രം മുഴുവനും സൂചിപ്പിക്കുന്ന ദൈവീക രൂപമാണ്. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റകാലം ആരംഭിച്ചിരിക്കുന്നു. അതും വളരെ വേഗത്തിൽ. ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റഘട്ടം. ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എല്ലാം മാറുകയാണ്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഘട്ടത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എന്തോ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന്. ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരും. ചില കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ചില ബന്ധങ്ങൾ മാറുന്നത് പോലെ തോന്നാം. പഴയ ജീവിത രീതിയിൽ നിന്നും മാറാനുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം. ഇത് നെഗറ്റീവ് അല്ല, ഇത് ദൈവത്തിന്റെ മാറ്റത്തിന്റെ തുടക്കമാണ്. ഒരു ദൈവിക മാറ്റമാണ് സംഭവിക്കുന്നത്. നടരാജന്റെ നൃത്തം പോലെ നിങ്ങളുടെ ജീവിതത്തിലും പഴയത് അവസാനിക്കും, പുതിയത് ആരംഭിക്കും. പഴയ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ അടയും. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. പഴയ പ്രശ്നങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ച ബന്ധങ്ങൾ, കഷ്ടപ്പാട് നൽകിയ സാഹചര്യങ്ങൾ, തടസ്സങ്ങൾ, ഇത് നഷ്ടമല്ല, ഇത് ശുദ്ധീകരണമാണ്. നിങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. പുതിയ നല്ല കാര്യങ്ങൾക്ക് സ്ഥലം ഒരുക്കുകയാണ് ചെയ്യുന്നത്. പഴയത് അവസാനിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോലിയിൽ മാറ്റം, പുതിയ സ്ഥലത്തേക്ക് മാറ്റം, ജീവിത ദിശയിലുണ്ടാകുന്ന മാറ്റം, പുതിയ തുടക്കം, വലിയ വിജയം. ഈ മാറ്റങ്ങൾ ആദ്യം നിങ്ങളെ ഭയപ്പെടുത്താം, പക്ഷേ ഇത് നിങ്ങളുടെ ഉയർച്ചയ്ക്കാണ് എന്നുള്ളത് തിരിച്ചറിയുക. നടരാജ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിത പുരോഗതി ശക്തമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയ മാറ്റം വരും. ഒരു പുതിയ അവസരം നിങ്ങളെ തേടിയെത്തും. ഉയർന്ന സ്ഥാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പുതിയ വരുമാന മാർഗം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. തന്മൂലം തന്നെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ വന്നാൽ ധൈര്യത്തോടെ സ്വീകരിക്കുക. ഭയം കാരണം അവസരം നഷ്ടപ്പെടുത്തരുത്. ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്നത് അതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കോപം കൂടുതലായിട്ട് വരുന്നു. വേഗത്തിൽ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. മനസ്സിൽ അസഹിഷ്ണുതയുണ്ട്. ഇത് നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാകും എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. നടരാജ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് കോപം നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ്. ശാന്തത പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം വേഗത്തിൽ ഉയരും. ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ബന്ധങ്ങളിലും വലിയ മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലർ മാറിപ്പോകും, പക്ഷെ നിങ്ങളെ സത്യമായി സ്നേഹിക്കുന്നവർ മാത്രം തുടരും. ചിലർക്ക് പുതിയ സ്നേഹം, വിവാഹയോഗം, കുടുംബ സമാധാനം ഇവ വരാം. ഇത് ദൈവിക ക്രമീകരണമാണ്. ഇനി അടുത്തതായിട്ട് 90 ദിവസത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് പറയാം. ശിവഭഗവാൻ കാണിക്കുന്ന ഒരു പ്രത്യേക സൂചനയാണ്. അടുത്ത 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം തന്നെ കാണുന്നുണ്ട്. ജീവിത ദിശ തന്നെ മാറാം. ഒരു വലിയ അവസരം നിങ്ങളെ തേടിയെത്താം. ഒരു വലിയ വിജയം നിങ്ങളെ തേടിയെത്താം. ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്താം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നടരാജ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് ആത്മീയ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കൂടുതൽ ശക്തനാകും. മനസ്സിൽ ധൈര്യം വർദ്ധിക്കും. ദൈവത്തിൽ വിശ്വാസം വർദ്ധിക്കും. ഇത് നിങ്ങളുടെ ജീവിതം ഉയർത്തും. നിങ്ങൾ ഏറെക്കാലമായിട്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് അവസാന ഘട്ടമാണ്. നിങ്ങളുടെ വേദനയ്ക്ക് ഒരു അവസാനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാലം ആരംഭിക്കുകയാണ്. ദിവസവും രാവിലെ ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോവുക. ദർശനം നടത്തുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ദീപം തെളിയിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഉയരുന്ന സമയത്താണ് നിൽക്കുന്നത്. പഴയ ജീവിതം അവസാനിക്കുകയാണ്. പുതിയ ജീവിതം ആരംഭിക്കുന്നു. നിങ്ങൾ വലിയ ഉയരങ്ങളിലെത്തും എന്നതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു സാധാരണ സംഭവമല്ല. ഇത് ശിവഭഗവാൻ തന്നെയാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഭയപ്പെടരുത്. വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എന്നതാണ്.
നിങ്ങൾ നടരാജ ചിത്രം തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങൾ വലിയ മാറ്റത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ശിവഭഗവാൻ നിങ്ങളെ ഉയർത്താൻ തയ്യാറാവുകയാണ്. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ 3 ചിത്രങ്ങൾ തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിലും ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിയതുപോലും നിങ്ങൾ ചെയ്ത ആ ഒരു ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഭഗവാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇത് ഭഗവാന്റെ സന്ദേശമാണ്. എല്ലാവരും അത് പ്രാർത്ഥനയോടുകൂടി എടുക്കുക എന്നതാണ്, വിശ്വാസത്തോടു കൂടി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.